glorious moments. Thank you, Reverend Father Anisevium. പ്രവാസ ജീവിതത്തിലെ നൊമ്പരങ്ങളും സന്തോഷങ്ങളും പ്രേക്ഷകർക്ക് പകർന്നു നൽകിയ കേരള ഹൗസ് എന്ന ലഘു നാടകം നിങ്ങളിൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാകും എന്ന് കരുതുന്നു. മറയില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുകയും കലവറയില്ലാതെ തൻ്റെ അജഗണങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വൈദികന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഒരു സഞ്ചാരം. കേരള ഹൗസ് രണ്ടാം ഭാഗം. മക്കളെ, സുഖമാണോ? ചേട്ടോ, റപ്പായി ചേട്ടോ, എന്തൊരു ഉറക്കമാ. അല്ല, ഇതാരാ? ജോണിയാ? നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. നീ ഇപ്പൊ എവിടെയാ? എന്ത് പറയാനാ, ഷാർജയിലും ദുബായിലും പണിയില്ലാത്തതുകൊണ്ട് കമ്പനി 2 മാസമായിട്ട് എന്നെ അബുദാബിക്ക് വിട്ടു. എങ്ങനെയുണ്ട് നിന്റെ അബുദാബി ജീവിതമൊക്കെ? കുഴപ്പമില്ല. എന്നാലും വെള്ളിയാഴ്ചയാകുമ്പോൾ ഷാർജ പള്ളിയിലേക്ക് വല്ലാത്തൊരാകർഷണം. നമ്മുടെ പറുശ്ശേരി അച്ഛൻ്റെ ഭക്തിസാന്ദ്രമായ കുർബാന ശരിക്കും എനിക്ക് നഷ്ടമാണ്. നാളെയെങ്കിലും നമ്മുടെ അച്ഛൻ്റെ കുർബാന കാണാനാ ഇന്നേ ഞാനിങ്ങ് പോകുന്നത്. എടാ റപ്പായിയെ, ഇത്ര വലിയ മാന്യമായിട്ടും നിന്റെ ചായക്കട ഇതുവരെ പൂട്ടിയില്ലേ? ഇതങ്ങനെ ഒന്നും പോട്ടില്ല എൻ്റെ തമ്പിയേട്ടാ. ഈ ഷാർജയെന്ന് അവസാനം മലയാളിയും കെട്ടണവരെ ഈ കട കൂടി ഉണ്ടാവും. ഷാർജ പള്ളിയുടെ അടുത്തുള്ള ഈ കടയ്ക്ക് മിഖായിൽ മാലാഖയുടെ കാവലുണ്ട് ചേട്ടാ, അതറിയാം. നിന്റെ ഒരു മിഖായിൽ മാലാഖ, നീ ഒരു ചായ ഇങ്ങെടുക്ക്. അപ്പോ കടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ കടിച്ചോളാം. ഡേയ്, ഒരു ചായ, മധുരം കുറച്ച്. നീ ആരോടെ ചായ എന്ന് പറഞ്ഞത്? അകത്ത് ആരെങ്കിലും ഉണ്ടോ? അതെൻ്റെ ഒരു ശീലായി പോയി ചേട്ടാ. പണ്ട് ഇവിടെ ചായ അടിക്കാൻ വേറെ ആളുണ്ടായിരുന്നു. മാന്യമായപ്പോ കുക്ക് മുതൽ മാനേജർ പണി വരെ ഈ ഏർപ്പായി തന്നെ ചെയ്യണം. അയ്യോ, KV സെബാസ്റ്റ്യൻ പൊട്ടിത്തെറിച്ചു. KV സെബാസ്റ്റ്യൻ പൊട്ടിത്തെറിച്ചു എന്നാ? മണ്ടൻ, 110 KV സബ്സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചെന്നറ. ചന്ദ്രനിൽ വെള്ളമുണ്ട്.
അത് നമ്മുടെ ആംസ്ട്രോങ്ങിന്റെ വെള്ളമുണ്ടായിരിക്കും. പണ്ട് ചന്ദ്രനിൽ കാല് കുത്തിയപ്പോ കഴുകി ഉണക്കാനിട്ട വെള്ളമുണ്ട് ആളെടുക്കാൻ മറന്നിട്ടുണ്ടാവും. ആ, അത് ശരിയാ. ചേട്ടാ, ചന്ദ്രനിൽ കണ്ടത് വെള്ളമുണ്ടല്ല, വെള്ളമാണ് കണ്ടത്. വാട്ടർ വാട്ടർ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടെ അടുത്ത് പള്ളിയുണ്ടോ? പള്ളിയുണ്ടോന്നാ? നല്ല ചേലായി. പള്ളികളെ ഉള്ളൂ. ഏത് പള്ളിയാ? കത്തോലിക്ക പള്ളിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നല്ലൊരു മലയാളി കപ്പുച്ചൻ അച്ഛനുണ്ട്. അച്ഛനൊന്ന് കാണാനാണ്. നല്ല അച്ഛനോ? കൊള്ളാം. നമ്മുടെ പറുശ്ശേരി അച്ഛനെയാണ് താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താൻ പോയൊന്ന് കണ്ടു നോക്ക്, വിവരം അറിയാം. അതെ, എനിക്ക് കാണേണ്ടത് പറുശ്ശേരി അച്ഛനെ തന്നെയാ. എന്ന തന്റെ കാര്യം പോക്ക. എൻ്റെ തമ്പിയേട്ടാ, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയാണ്ട് ഒന്ന് മിണ്ടാണ്ടിരുന്നേ. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയരുത്, അതും ഒരു നല്ല വൈദികനെ കുറിച്ച്. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. 30 വർഷമായി ഞാൻ ഷാർജയിലെത്തിയിട്ട് ഈ അച്ഛനെ പോലൊരു കർക്കശക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ ആരാ? നമുക്ക് മഞ്ഞപ്പിത്തമുണ്ടായാൽ കാണുന്നതെല്ലാം മഞ്ഞച്ചിരിക്കും. നിന്നെ ഞാൻ വിട്ടുകള. ഇത് വലിയ കഷ്ടായില്ല. ഒന്നങ്ങട് മാറുന്നേ. അല്ലിഷ്ട, നിങ്ങളെവിടുന്നാ? എൻ്റെ പേര് ചാക്കോച്ചൻ. ചങ്ങനാശ്ശേരിയിലാണ് വീട്. ഷാർജയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി വന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല മതിപ്പുള്ള അച്ഛനാ പറുശ്ശേരി അച്ഛൻ. ചങ്ങനാശ്ശേരി അരമനയിൽ ചെന്നാൽ എല്ലാ അച്ഛന്മാർക്കും പറുശ്ശേരി അച്ഛന് വലിയ ഇഷ്ടമാണ്. സന്ദേശ നിലയത്തിലെ പനക്കെഴുത്തച്ഛൻ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ വന്നാലുടൽ അച്ഛനെ ചെന്ന് കാണണം, കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ പള്ളി അന്വേഷിച്ചു വന്നത്. സാരല്ല, ചാക്കോച്ചനെ ഞാൻ പള്ളി കാണിച്ചുതരാം. ഇവിടെ തൊട്ടടുത്താന്നേ. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ കത്തോലിക്കനാണോ? കത്തോലിക്കനാണോന്നാ? നല്ല ചേലായി. ഞാൻ ഒന്നാം തരം ചാലക്കുടിക്കാരൻ നസ്രാണിയാ. നമ്മുടെ പോട്ടയില് പാട്ട് പാടിയാലേ എൻ്റെ വീട്ടിൽ കേൾക്കാം, അതറിയാം. എൻ്റെ പേര് എറപ്പായിന്നാ. ഞാനൊരു കുട്ടനാട്ടുകാരനാണേ. പേര് ജോണി. കണ്ടതിൽ സന്തോഷം. പള്ളിയിൽ പോകുമ്പോൾ ഞാനും കൂടെ വരാം. നമ്മുടെ അച്ഛനെ എനിക്ക് ഒന്ന് കാണണം. ആ ചേട്ടൻ? അതാണ് നമ്മുടെ തമ്പിച്ചായൻ. പത്തനംതിട്ടക്കാരനാ. ഇവിടെ സ്വന്തമായി ലേബർ സപ്ലൈ കമ്പനി നടത്തിയ ആള് ചിന്ന അറബാട്ടാ. എടോ റെപ്പായിയെ, സുഖമാണോ? അല്ല, ഇതാരാ നമ്മുടെ ജോണിയോ? സാമ്പത്തിക മാന്യമായിട്ടും നീ നല്ല ഉഷാറിലാണല്ലോ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. എടാ സാബുവേ, കുറെ നാളായല്ലോ നിന്നെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. നീ ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലേ? എന്തോന്ന് പറയാനാ എൻ്റെ റപ്പായി, പണിത്തിരക്ക. ശമ്പളം കിട്ടാൻ മാത്രമേ ഈ മാന്യമുള്ളൂ. പണിക്ക് യാതൊരു കുറവുമില്ല. നീ ഒരു സ്പെഷ്യൽ ചായ ഇങ്ങട്. എടോ റെപ്പായിയെ, എനിക്കൊരു അബദ്ധം പറ്റി. പറ്റീന്ന് പറഞ്ഞാ മതി. നിനക്ക് അബദ്ധല്ലേ പറ്റൂ. എന്തുട്ടാ പറ്റിയത്? നമ്മുടെ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച റാസകേമയില കുമ്പസാരിക്കാൻ പോയത്. കുമ്പസാരക്കൂടിനടുത്ത് ചെന്ന് മുട്ടുകുത്തി നോക്കിയപ്പോഴാ കണ്ടത്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് ആരാ? ആരാ? നമ്മുടെ പാറശ്ശേരി അച്ഛൻ. എന്നിട്ട് നീ എന്താ ചെയ്തേ? കണ്ണുമടച്ച് ഞാൻ കുശു 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 കുശോന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ നിന്നെ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറയണ്ട. കുമ്പസാരം കഴിഞ്ഞ് ആശീർവാദം വാങ്ങി പിന്നെ ഞാൻ നേരെ സ്റ്റാൻഡ് വിട്ടിട്ട് ലാൻഡ് ചെയ്തത് ഷാർജ മീൻ മാർക്കറ്റിലാണ്. അതായിരിക്കും കഴിഞ്ഞ ദിവസം
അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് ആരും വന്നേക്കരുതെന്ന്. റപ്പായേ, പിന്നെ ഒരു വിശേഷമുണ്ട്. എന്റെ കല്യാണം ഉറപ്പിച്ചു. മൂക്കില് പല്ല് മുളച്ചല്ല, ഇപ്പഴാ നീ പെണ്ണ് കെട്ടാൻ പോണേ? അല്ല സാബു, കഴിഞ്ഞ വർഷം നീ പോയപ്പോ കുറെ പെണ്ണ് കാണലൊക്കെ നടത്തിയതല്ലേ? കഴിഞ്ഞ വർഷം അവധിക്ക് പോയ ഞാൻ 12 പെണ്ണുങ്ങളെ കണ്ടു. അതിൽ 2 വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിലും ഒന്നിനെ അങ്ങോട്ട് കെട്ടിക്കൂടായിരുന്നോടാ? കേൾക്കന്റെ റപ്പായെ, ആദ്യത്തേത് പൂച്ചട്ടി ഷീല. ബ്രോക്കർക്ക് നല്ല അഭിപ്രായം. പെണ്ണിനൊരു ഡോക്ടർ കണ്ണുവെച്ചതാണെന്നും പെണ്ണിന്നുവരെ നേരെ ചൊവ്വെ ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല എന്നും ബ്രോക്കർ. ഞാൻ അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. വിശ്വാസം അതല്ലേ എല്ലാം. ചെന്ന് കണ്ടപ്പോഴാ കാര്യം എനിക്ക് മനസ്സിലായത്. ഒരു ഡോക്ടർ കണ്ണുവെച്ചതാണെന്ന് 100% ശരിയാ, പക്ഷെ അത് വെപ്പ് കണ്ണായിരുന്നു. മാത്രമല്ല, ആരുടെയും മുഖത്ത് നേരെ ചൊവ്വെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതും സത്യം തന്നെ. പെണ്ണിന്റെ 2 കണ്ണും ഡിഷ് ആന്റീന ഫിറ്റ് ചെയ്ത പോലെ ആകാശത്തേക്ക്. കെട്ടിയാലോ ജീവിതാവസാനം വരെ വെല്ലോന്റെ മുഖത്ത് പോയി എന്റെ മുഖത്ത് പോലും നേരെ ചൊവ്വെ അവള് നോക്കൂല. ഇപ്പോ മറ്റേ പെണ്ണോ? ആമ്പല്ലൂര് സ്റ്റെല്ല. നല്ല ക്ലാവ്. പക്ഷെ ഒരു കുഴപ്പം, കൊല്ലത്തില് 2 പ്രാവശ്യം ചുമ വരും. അതിലെന്തൂട്ടിരിക്കുന്നതിന്റെ ഇഷ്ടാ? അതല്ലേ രസം. ഒരു ചുമ വന്ന 6 മാസം നീണ്ടു നിൽക്കും. അപ്പോ 12 മാസവും ചുമയോട് ചുമ തന്നെ അല്ലേ? കൊള്ളാം കൊള്ളാം. എന്റെ കാര്യം പോട്ടെ, ചുമച്ച് അയലോക്കക്കാരുടെ ഉറക്കം കൂടി കളയെന്ന് വെച്ചാ പിന്നെ ഈ ലാഭമുള്ള കോളിൽ ഞാൻ നിൽക്കണ ചേട്ടാ. അത് പോട്ടെ, നാളെ എനിക്ക് നാട്ടിൽ പോകണം. ജോണി, നീ നമ്മുടെ അച്ഛനെ കണ്ട് എനിക്കൊരു NOC വാങ്ങണം. അതിന് നീ നമ്മുടെ മാരേജ് കോഴ്സ് കൂടിയോ? വയസ്സാം കാലത്ത് എന്തോന്ന് കോഴ്സ്, ഞാൻ അതൊന്നും കൂടിയിട്ടില്ല. അതുകൂടാതെ താനങ്ങോട്ട് ചെല്ല്. വിവരം അറിയാം. ഫ്രീഡം ടു മാരേജ് സർട്ടിഫിക്കറ്റ്. അച്ഛന്റെ തനിനിറം കാണാൻ നിനക്ക് ഭാഗ്യമുണ്ട്. ഗുഡ് ലക്ക്. നമ്മുടെ അച്ഛൻ വരണ്ടല്ല, ചേട്ടനും ചേച്ചിയും കൂടിയുണ്ട്. ഓ, ബേബിച്ചായന്റെ പുതിയ കട വെഞ്ചരിക്കാൻ അച്ഛൻ വരുന്നു പറഞ്ഞിരുന്നു. ആ ജോണി, പണിയൊക്കെ ഉണ്ടോടാ മോനെ? പണിയൊക്കെ ഉണ്ടച്ചു. പക്ഷേ എന്നെ കമ്പനി അബുദാബിക്ക് മാറ്റി. അച്ഛൻ്റെ കുർബാന കാണാൻ വയ്യാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമം. സാബുവേ, നിനക്കെന്തു പറ്റി? ആകെ ഒരു മ്ലാനത. അച്ചോ, സാബുവിന് NOC ലെറ്റർ വേണം. അവൻ നമ്മുടെ കോഴ്സ് കൂടിയിട്ടില്ല. NOC ഒന്നും തരാൻ ഒക്കത്തില്ല. ഞാൻ എത്രയോ തവണ പള്ളി വിളിച്ചു പറഞ്ഞതാ, കോഴ്സ് കൂടിയില്ലേ സർട്ടിഫിക്കറ്റ്. തമ്പിച്ച, എന്താ ഒരു മൈൻഡ് ഇല്ലാത്തത്? നിങ്ങളന്ന് റൂമിൽ വന്നപ്പം ഞാൻ അല്പം തിരക്കിലായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. സാരമില്ല. ഇതാരടാ പുതിയൊരാൾ? അച്ചോ, കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്നെത്തിയതാ. അച്ഛനെ കാണാൻ വന്നതാ. ചങ്ങനാശ്ശേരിക്കാരനാ. എന്തോന്നാ നിന്റെ പേര്? പേര് ചാക്കോച്ചൻ. ചങ്ങനാശ്ശേരിയിൽ എവിടെയാ വീട്? വാഴപ്പള്ളി ഗച്ചമേൻ ആശ്രമത്തിനടുത്താണ് ചോ എൻ്റെ വീട്. ചേട്ടാ, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. അച്ചോ, ഇയാൾ പാർക്കിൽ വിശന്നു തളർന്ന് കിടന്നതാ. സാമ്പത്തിക സുനാമിയുടെ ഒരു ഇര. മക്കളെ, ഇവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വാ. ചായ ഒന്നും വേണ്ടടാ പോയി. എടാ സാബുവേ, നീ ഓഫീസിലേക്ക് വാ. NOCയുടെ കാര്യം ഞാൻ പരിഗണിക്കാം. ചാക്കോ, നീ പള്ളിയിലേക്ക് വാ. നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. സാമ്പത്തിക മാന്ദ്യം മാറാൻ
നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആരും നിരാശപ്പെടേണ്ട. ദൈവം എല്ലാം നന്മയ്ക്കായി മാത്രമേ പരിണമിപ്പിക്കൂ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടടാവേ. ഇതുപോലെ തങ്കപ്പെട്ട ഒരച്ഛൻ, പാവങ്ങളോട് വലിയ അനുകമ്പയാ. ഇപ്പോൾ തന്നെ ഇയാൾക്ക് അച്ഛൻ 50 ദിറംസ് കൊടുത്തില്ലേ? അതാരെങ്കിലും കാറ് വെഞ്ചരിച്ചതിന് കൊടുത്തായിരിക്കും. അങ്ങനെ ആണേൽ തന്നെ അച്ഛൻ അത് കൊടുക്കണമെന്നുണ്ടോ? അനുകമ്പയുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ സാമ്പത്തികത്തിനിടയിൽ തളരാതെ അനേകരെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ സ്നേഹവും ഉപദേശവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രം. വേദനിക്കുന്നവരോടും സഹിക്കുന്നവരോടും അച്ഛന് വലിയ സ്നേഹമാണ്.